സാർ, ബുഷ് ഭരണകാലത്ത് പാകിസ്ഥാന് അമേരിക്ക നൽകിയ പദവിയാണ് MNNA എന്നുള്ളത്, അതായത് തങ്ങളുടെ സൈനിക സാമ്പത്തിക പങ്കാളി എന്നുള്ളൊരു ബഹുമതി. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ പദവി ഒരുപക്ഷെ ട്രംപ് എടുത്തു കളയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നു. എന്തായിരിക്കും സാധ്യത? അപ്പോൾ നമുക്ക് ഈ പാകിസ്ഥാനും അമേരിക്കയും എങ്ങനെ നമ്മൾ പങ്കാളികളായിട്ട് കാണും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് പങ്കാളിയായാലും, ഇപ്പോൾ രാഷ്ട്രീയ ലെവലിലായാലും അല്ലെങ്കിൽ ജീവിത പങ്കാളികളായാലും എന്തെങ്കിലും ദർ ഷുഡ് ബി സംതിങ് ഇൻ കോമൺ ബിറ്റ്വീൻ ദം എന്നാണുള്ള പങ്കാളികളാകുന്നത്. അതെ. അപ്പോൾ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ എന്താണ് പങ്കാളിത്തം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നും. പക്ഷേ അമേരിക്കയും പാകിസ്ഥാനും പങ്കാളികളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അവർക്കൊരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരു പദവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് MNNA, അതായത് മേജർ നോൺ നേറ്റോ അലൈ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, MNNA എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയ കാലം തൊട്ട് പാകിസ്ഥാന് വളരെ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MNNA എന്ന് പറഞ്ഞപ്പോൾ സൗത്ത് കൊറിയ അമേരിക്കയുടെ MNNA ആണ്. അവർ തമ്മിൽ വളരെ സാമ്പത്തികവും സൈനികവുമായിട്ട് നല്ല ക്ലോസ് കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ ബെനിഫിറ്റ്സ് പാകിസ്ഥാനും കിട്ടാൻ തുടങ്ങി ഈ സ്ഥാനം ഉള്ളതുകൊണ്ട്. ആ സ്ഥാനം അങ്ങനെ പെട്ടെന്ന് വന്ന് കിട്ടിയതാണ്. അതായത് 2004 ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് ആക്രമണം നടത്തണമായിരുന്നു. വേൾഡ് ട്രേഡ് സെൻറ്ററൊക്കെ ആക്രമിച്ചിട്ട് ബിൻ ലാഡൻ അവിടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹത്തെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കണമെങ്കിൽ ബേസസ് വേണമായിരുന്നു, മിലിറ്ററി ബേസസ്. അപ്പോൾ അതിന് ഏറ്റവും സൗകര്യം പാകിസ്ഥാനായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ആദ്യം അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ഫോർ റിലീജിയസ് റീസൺസാണ് ഒരു കാര്യം. പിന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അന്ന് ജോർജ് ബുഷ് പറഞ്ഞിരുന്നത് യു ആർ ഐദർ വിത്ത് അസ് ഓർ അഗൻസ്റ്റ് അസ്. അതായത് ഈ ബിൻ ലാഡൻ്റെ കേസിൽ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഗൻസ്റ്റ് ആയിരിക്കുക. അത് എല്ലാ രാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ സ്റ്റാൻഡ് അതായിരുന്നു. അത് തന്നെയാണ് പാകിസ്ഥാനോടും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മുഷറഫായിരുന്നു പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിട്ട് നിന്നത്. അപ്പം അദ്ദേഹത്തെ ഒന്ന് സൂചിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കൂടിയാണ് ഈ ജോർജ് ബുഷ് ഈ സ്ഥാനം ഇവർക്ക് നൽകിയത്. അതായത് MNNA, മേജർ നോൺ നേറ്റോ അലൈ. അപ്പോൾ അതുവഴി സാമ്പത്തികമായിട്ടും സൈനികവുമായിട്ടുള്ള സഹായങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു പാകിസ്ഥാന് കിട്ടിയ ബെനിഫിറ്റ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബേസ് കൊടുക്കൽ ഇവർക്ക് വളരെ ഒരു പ്രയാസമുള്ള ഡിഫിക്കൽട്ട് ഡിസിഷനായിരുന്നു. കാരണം ഒന്നാമത്തെ രണ്ടും ഇസ്ലാമിക് കൺട്രീസാണല്ലോ. അപ്പോൾ ഒരു ഇസ്ലാമിക് കൺട്രിയെ ആക്രമിക്കാനായിട്ട് ഒരു കാഫിർ കൺട്രിക്ക് അനുവാദം കൊടുക്കുന്നത് ആൾക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ എന്നാലും ഒന്നുണ്ട്, അമേരിക്കയോട് പാകിസ്ഥാന് നോ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക 3 A's മാറ്റർ. ഒരു A അള്ള ആണ്, പിന്നെ വേറൊരു A ആർമിയാണ്, പിന്നെ വേറൊരു A അമേരിക്കയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ അതായത് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം കിട്ടും എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ സാമ്പത്തികം കൊടുക്കണമല്ലോ, അമേരിക്ക വാരിക്കോരി കൊടുക്കും. കാര്യം ചൈനയായിട്ടൊക്കെ സൗഹൃദമുണ്ട്, പക്ഷേ ചൈന ഒരിക്കലും സാമ്പത്തിക സഹായമൊന്നും കാര്യമായിട്ടൊന്നല്ല അവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക പിണക്കാനായിട്ട് ഇവർക്ക് പാകിസ്ഥാന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇവർ യോജിപ്പിലെത്തി ഈ MNNA എന്നുള്ള സ്റ്റേറ്റസ് കിട്ടി. പാകിസ്ഥാൻ ഈസ് വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. ഞങ്ങളും അമേരിക്കയുടെ പങ്കാളികളാണെന്ന് പറയാനൊരു അവർക്കൊരു വലിയ താല്പര്യമുണ്ട്. അതാണ് അവസ്ഥ ആയിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തോട് എതിർപ്പുള്ള പലരും അമേരിക്കയിൽ തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുടെ പേര് ആൻറ്റി ബിഗ് എന്നാണ്. ആൻറ്റി ബിഗ് അയാൾ എപ്പോഴും ഈ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും മറ്റേ കോൺഗ്രസ് സെഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം എപ്പോഴും പാകിസ്ഥാൻ്റെ ഈ സ്റ്റേറ്റസ്, അതായത് MNNA എന്നുള്ള സ്റ്റേറ്റസ് സ്ക്രാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബില്ല് കൊണ്ടുവരും. പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അത് ബില്ല് പാസ്സാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്നത് ട്രംപാണ്. ട്രംപിനാണെങ്കിൽ ഈ കള്ളന്മാരെ നന്നായിട്ട് തിരിച്ചറിയാനൊരു കഴിവുണ്ട്. പാകിസ്ഥാൻ കാണിക്കുന്ന മുഴുവനും കള്ളത്തരമാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് 2018 ട്രംപ് കംപ്ലീറ്റ് പാകിസ്ഥാനിലെ മിലിറ്ററി ആയിട്ട് കംപ്ലീറ്റ് കട്ട് ഓഫ് നിർത്തിക്കളഞ്ഞു. കാരണം പാകിസ്ഥാന് പണം കൊടുത്തിട്ട് കാര്യമില്ല. പാകിസ്ഥാൻ ഇവിടെ ടെററിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പണം വാങ്ങിക്കും, എന്നിട്ട് ആ ടെററിസ്റ്റിനെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് ഈ ട്രംപിനറിയാം. ബാക്കിയുള്ള അമേരിക്കൻ പ്രസിഡൻസ് ഒന്നും അത് അത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വരില്ല. അപ്പം ട്രംപ് ഇത് ഒരു പ്രാവശ്യം ചെയ്തിരിക്കുന്നതാണ്. മാത്രമല്ല ഒരു പ്രാവശ്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ നമുക്ക് എന്താണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ മറുപടിയും പറഞ്ഞു, ലൈസ് ആൻഡ് ഡിസീറ്റ്സ്. നമുക്ക് നുണ,
വഞ്ചന, ഈ 2 സാധനങ്ങളാണ് പാകിസ്ഥാൻ തന്നിരിക്കുന്നത്. പാകിസ്ഥാനെ കൊണ്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മിലിറ്ററി എയ്ഡ് 2018 കട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് വന്ന പ്രസിഡന്റുമാർ പലരും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, താലിബാനുണ്ട്, അവരുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ്റെ സഹായം ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ MNNA സ്റ്റേറ്റസ് എടുത്ത് കളയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ട്രംപ് വരുന്നതുകൊണ്ട് സാഹചര്യം മാറും. അത് മാത്രമല്ല, ട്രംപ് നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അടിക്കാൻ താലിബാൻ നടക്കുകയാണ് അവിടുന്ന്. അതെ. അപ്പോൾ താലിബാനെ ആക്രമിക്കാൻ ഇനിയിപ്പോൾ ഈ പാകിസ്ഥാൻ കൊണ്ട് കാര്യമൊന്നുമില്ല. പാകിസ്ഥാൻ പറഞ്ഞാൽ അവരൊന്നും കേൾക്കാനും പോകണില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ പാകിസ്ഥാൻ്റെ സഹായം ആവശ്യമില്ല. പാകിസ്ഥാന് പണം കൊടുക്കാം, പാകിസ്ഥാന് ആയുധം കൊടുക്കാം എന്ന് മാത്രമേ ഈ സ്റ്റേറ്റസ് നിലനിർത്തുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആൻറ്റി ജിഗ്സ് എന്ന് പറയുന്ന സെനറ്റർ, അദ്ദേഹം വീണ്ടും ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തന്നെ പാസ്സായി പോയിക്കോളും. കാരണം ഇനിയിപ്പോൾ കംപ്ലീറ്റ് കൺട്രോള് നിൽക്കുന്നത് ട്രംപിൻ്റെ അടുത്താണല്ലോ. ട്രംപിനാണെങ്കിൽ പാകിസ്ഥാനെ കണ്ണുനേരെ കണ്ടുവിടാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു പക്ഷേ പാകിസ്ഥാൻ ഈ പ്രാവശ്യം ഈ 2004 തൊട്ട് എൻജോയ് ചെയ്യുന്ന MNNA എന്നുള്ള സ്റ്റേറ്റസ് ഈ വരവോടുകൂടി, ട്രംപിൻ്റെ 2ാം വരവോടുകൂടി മിക്കവാറും അത് നഷ്ടപ്പെടാനാണ് സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാൻ്റെ ഒരു ശത്രുവായി മാറി. ഇത്രയും കാലം അവർ തമ്മിൽ ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉള്ള ശത്രുതായി അമേരിക്കയുടെ ഒരു പിന്തുണ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയല്ലേ അല്ലേ? അവിടുത്തെ ആഭ്യന്തര കലാപം ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനുയായികളുടെ പ്രശ്നം, ശരിക്കും പാകിസ്ഥാൻ ഒറ്റപ്പെട്ടോ? പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. അത് മാത്രമല്ല, പാകിസ്ഥാൻ സാമ്പത്തികമായിട്ടൊക്കെ വളരെ തകർന്ന് കിടക്കുകയാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ ഒക്കെ ആണെങ്കിൽ അത് വെച്ച് വളരെ തിളങ്ങി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ഓരോ സ്റ്റാറ്റിസ്റ്റിക്സും അതും ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുവരും. ഏത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ പാകിസ്ഥാന് പുറകിൽ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ ബംഗ്ലാദേശിന് പുറകിൽ, അങ്ങനെ പറഞ്ഞ ദാരിദ്ര്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ഫലത്തിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ ഒരുവിധം സുശക്തമായിട്ടും സാമ്പത്തികമായിട്ട് ആണെങ്കിലും സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ചിലർ പറയും ഈ ഡോളറിൻ്റെ വില നോക്ക്, ഇന്ത്യ ഇടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യ ഇടിയിലൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉള്ള കറൻസീസായിട്ട് വെച്ച് നോക്കുമ്പോൾ ഡോളറിൻ്റെ വിലയിൽ അതിഭയാനകമായ കയറ്റാണ് കയറിയിരിക്കുന്നത്. ഈ 85 rupees 50 പൈസ ഉണ്ടായിരുന്നത് 85 rupees 60 പൈസ ആയെന്ന് വിചാരിച്ചു. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. മറ്റു പല കറൻസികളും ഒരു 20% ഒക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിൽ 85-50 ഉണ്ടായിരുന്ന 85-60 എന്ന് പറഞ്ഞാൽ അത്ര വലിയ കയറ്റമൊന്നും പറയാനൊന്നുമില്ല. അത് ഇൻ കോഴ്സ് ഓഫ് ടൈം എന്തായാലും ഡോളർ മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത്ര വലിയൊരു കയറ്റമായിട്ടൊന്നും കണക്കാക്കാനൊന്നുമില്ല. അത് ദിസ് ഹാപ്പൻസ് എവറി ഇയർ. ഈ കൊല്ലം അല്പം സ്വല്പം കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് അതിലൊന്നും പേടിക്കാനില്ല. ഏതായാലും പാകിസ്ഥാനി MNNA സ്റ്റേറ്റസ് കൂടി എടുത്ത് കളയുന്നതോടുകൂടി സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും വലിയ ക്ഷീണത്തിന് അത് ഇടവരുത്താനാണ് സാധ്യത. ഇപ്പം ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് എക്കണോമിക് മേഖലയിലായാലും ട്രേഡിൻ്റെ കാര്യത്തിലായാലും സൈനിക മേഖലയിലും വലിയ വളർച്ചയാണ്. ഇപ്പോൾ ചൈനയാണ് ലോകത്ത് വലിയൊരു ഇൻവെസ്റ്റിംഗ് ഹബ്ബ് എന്ന് ഇതുവരെ ലോകം കരുതേ. പക്ഷേ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മാറുകയാണ്. ജർമ്മനി ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, അവരെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഒപ്പം ചൈന ഈ ഡെപ്സാങ് ഡെംജോക്കിൽ നിന്നൊക്കെ പിന്മാറുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ആത്യന്തികമായി ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പദവിയിലേക്ക് വരും. അങ്ങനെ പദവിയിലേക്ക് വന്നാൽ ചൈനയ്ക്കും ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പണി കിട്ടിയാൽ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ അമേരിക്കയുടെ ഒരു ഉപരോധമോ ഒരു തടസ്സമൊക്കെ കാരണം അതിനുള്ള വലിയ മാർക്കറ്റില്ല. പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് ഇവിടെ നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ചൈന ഒരു കാരണവശാലും ഇന്ത്യയുമായിട്ടുള്ള ശത്രുത നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു. അപ്പോൾ പാകിസ്ഥാൻ അവിടെ വീണ്ടും പ്രശ്നമാണ്. കാരണം പാകിസ്ഥാൻ ഇത്രയും നാൾ പ്രതീക്ഷിച്ചത് ചൈനയിൽ നിന്ന് ആയുധവും സാമ്പത്തികവും ബാക്കിയുള്ള ഹെൽപ്പൊക്കെ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ചൈനയും ഇന്ത്യയുടെ കൈ കോർത്തോട് പാകിസ്ഥാൻ വീണ്ടും ഒറ്റപ്പെട്ടു. മാത്രമല്ല, ഇപ്പം നമ്മുടെ കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ജമ്മു കാശ്മീരിലേക്ക് വരുന്ന 80% തീവ്രവാദികളും പാകിസ്ഥാൻകാരാണ്. അവിടെ കൊല്ലപ്പെടുന്ന 60% ആൾക്കാർ പാകിസ്ഥാൻകാരാണ്. അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റം, തീവ്രവാദം, ഇതിനൊക്കെയുള്ള ഒരു പോസിബിലിറ്റി പാകിസ്ഥാൻ ഇല്ലാതായി മാറുന്നു. അപ്പോൾ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം 2-3 പീസായിട്ട് ഭാഗിച്ചു പോകാനായിട്ട് നിൽക്കുന്നു.
എങ്ങനെയായിരിക്കും ആ രാജ്യം ഇനി അതിജീവിക്കുക? പാകിസ്ഥാൻ്റെ വളരെ മോശമായൊരു പിക്ചറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാത്രമല്ല പാകിസ്ഥാന് ടെററിസം നടത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെയും കൂടി വേണമായിരുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇപ്പം ഇങ്ങർക്ക് പാകിസ്ഥാനിട്ട് പണി കൊടുക്കാനാണ് അവർ നടക്കുന്നത്. അതെ, മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തോ പദ്ധതികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അത് തന്നെയല്ല അഫ്ഗാനിസ്ഥാൻ്റെ സോയിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് അഫ്ഗാനിസ്ഥാനിലെ മന്ത്രി ഈയിടെ പറയുകയും ചെയ്തു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയായിട്ട് വളരെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ പാകിസ്ഥാന് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും ഡൊണാൾഡ് ട്രംപ് വരുന്നതോടുകൂടി MAN എന്നുള്ള പദവിയും കൂടെ നഷ്ടമായ പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് പ്രതീക്ഷകളും തകരും അല്ലേ? വീണ്ടും അത് ശിഥിലമാകുമായിരിക്കും. ഒരു കാലത്ത് തീവ്രവാദത്തിന് വിത്തിട്ടവർ തന്നെ ഇന്ന് അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നു അല്ലേ? വിതച്ചത് കൊയ്യാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.